തൃശൂർ ആളൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ കാണാതായിട്ട് 5-ാം ദിവസം സീനിയർ CPO സലേഷിനെയാണ് കാണാതായത്. 8-ാം തീയതി ജോലിക്ക് പോയ അദ്ദേഹം തിരികെ എത്തിയിരുന്നില്ല. ജോലി സംബന്ധമായ സമ്മർദ്ദമാണ് പിന്നിലെന്ന് സുഹൃത്തുക്കൾ ആരോപിച്ചു. സലേഷിനെ തേടിയുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. ജെയ്സൺ ചാമവളപ്പിൽ നൽകുന്ന വിവരങ്ങൾ. ജെയ്സൺ, ഇദ്ദേഹത്തിന് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് 5 ദിവസമായിട്ടും ഒരു വിവരവും ഇല്ലാത്ത സാഹചര്യം, അല്ലേ? 8-ാം തീയതി രാവിലെ ബൈക്കെടുത്ത് പോയ സലീഷ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് സമീപത്തു നിന്ന് ബൈക്ക് കണ്ടെത്തി. പക്ഷേ സലീഷിനെ കണ്ടെത്തിയത് വരെ കഴിഞ്ഞാൽ സലീഷിന്റെ വീടിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അവരുടെ ബന്ധുക്കളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. എന്താണ് കാരണം എന്നത് സംബന്ധിച്ച യാതൊരു യാതൊരു രീതിയിലുള്ള വിവരവും ഇവർക്കില്ല. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലർ കൂടിയായ ഷിബു ആലപ്പൻ നമ്മുടെ എന്തായിരിക്കും ഇതിനുള്ളൊരു കാരണം നിങ്ങൾ ഊഹിക്കുന്നത്? നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊരു അറിവ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടുള്ള അറിവ് നമുക്ക് ആർക്കുമില്ല. വീട്ടുകാർക്കും ഇല്ല, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നുമില്ല. ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ, ഇപ്പോൾ ജോലി സംബന്ധമായ കാരണങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷെ അത് പ്രത്യേകിച്ചും പോലീസ് വിഭാഗമായതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരൊരു സീക്രട്ടായിരിക്കും. അത് ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറയണമെന്നില്ല. എന്തായാലും ഇത് വളരെ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം. ഇപ്പം 5 ദിവസം പിന്നിട്ടു ആളൂർ സ്റ്റേഷനിലെ സീനിയർ CPO സലേഷിൻ്റെ ഈ കാണാതായിട്ട്. തീർച്ചയായിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ വളരെ സജീവമായിട്ട് അന്ന് മുതൽ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യമായ അന്വേഷണം വളരെ സജീവമായിട്ട് നടത്തുന്നുണ്ട്. ഞങ്ങൾ അവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ഇത് വൈകുന്തോറും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആശങ്ക ഇക്കാര്യത്തിലുണ്ട്. വളരെ ഊർജിതമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. ഇപ്പോൾ സുഹൃത്തുക്കൾ ആരോപിക്കുന്നത് മറ്റ് പല കാര്യങ്ങളുമാണ്. ഇദ്ദേഹം മുന്നേ വർക്ക് ചെയ്ത മാള സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു സംശയം പോലും സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ആ കാര്യത്തിലുള്ള നിലവിലെ? ഇദ്ദേഹത്തിന് കുടുംബപരമായിട്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് നമ്മൾ അറിയില്ല. നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവിടെ അത്യാവശ്യം എല്ലാവരുമായിട്ട് നല്ല ടൈപ്പിൽ പോണേ. വൈഫിൻ്റെ ഫാമിലി ആയിട്ടും വളരെ അവരൊരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്ന ആൾക്കാരാണ്. എല്ലാത്തിനും കൂട്ടുകൂടി പോകുന്ന ആൾക്കാർ. അങ്ങനത്തെ ഒരു വിഷയത്തിൽ അവനെ മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഞങ്ങളോട് ഷെയർ ചെയ്തേനെ. ഇദ്ദേഹം മുന്നേ ഇപ്പോൾ ആളൊരു സ്റ്റേഷനിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. മുന്നേ മാള സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എന്തോ ഒരു ഫയലായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്, അത് പ്രശ്നമായിട്ടല്ല നമ്മളോട് പറഞ്ഞാണ്. ജസ്റ്റ് അദ്ദേഹത്തിന് വന്നൊരു ഫോണിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇത്തിരി ബുദ്ധിമുട്ട് കണ്ടപ്പോൾ പിന്നെ ചോദിച്ച്, അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ അങ്ങനെ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അതിൽ കുറച്ച് നാളായി. അത് ഡേറ്റ് ഓർമ്മയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഒരു ഇതില്ലല്ലോ, അത് എപ്പോഴോ പറഞ്ഞത് ആൾ പിന്നെ ആ കാര്യം സംസാരിച്ചിട്ടില്ല. ഇത് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആളൂർക്ക് മാറിയിട്ട് തന്നെ 6 മാസത്തിന് അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആണ് ഒരു മിസ്സാവാൻ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മളോട് അത്ര അടുത്ത സുഹൃത്താണ്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം തന്നെ ഇടപെട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഷട്ടിൽ കളിക്കാന്ന് പറഞ്ഞ് ഒരു ഷട്ടിൽ കോട്ടൊക്കെ ഇട്ടുന്നു വൈകിട്ട് ഒരു ആളുടെ ഡ്യൂട്ടി കഴിയുന്ന സമയത്തൊക്കെ കളിക്കാൻ വരും. അങ്ങനത്തെ പരിപാടിയൊക്കെ ആളെ ഇപ്പോൾ നിങ്ങൾ സഹോദരനാണ്. എന്താണ് ഇത്രയും എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പം ഇങ്ങനെ ഇത്രയും ഒരു 5 ദിവസമായി കാണാതായിട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? നിങ്ങൾ പോലീസ് എന്താണ് വിവരങ്ങൾ അറിയിക്കുന്നത്? ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നല്ല സഹകരണമുണ്ട്. നല്ല രീതിയിൽ അന്വേഷണം പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തൃശ്ശൂർ സുമേഷ് സാറിൻ്റെ വീട്ടിൽ ചെയ്യുമ്പോൾ സാർ അതിന് വേണ്ടിയുള്ള പോലീസിന് വരെ വിട്ടു തന്നു അന്വേഷണം പോകാനായിട്ട്. പിന്നെ ആൾ പറഞ്ഞു എല്ലാ രീതിയിൽ സൈബർ ആയാലും എല്ലാ രീതിയിലും നല്ല സഹകരണമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെ ആൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും മിസ്സിങ്ങിനുള്ള എന്തെങ്കിലും കാരണങ്ങൾ പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ മുൻപാണ്? ഇല്ല, അങ്ങനെ ഒരു കാരണം ഇവിടെ ഇല്ല. വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ല. അങ്ങനെ വീട് സംബന്ധമായ പ്രശ്നങ്ങൾ വേറെ അങ്ങനെ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്താണെന്നുള്ളത് അറിയില്ല. വേറെ വൈഫായിട്ട് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുത്തെ മറ്റൊരു കൗൺസിലറാണ്. അപ്പോൾ നിങ്ങളെ അറിയാവുന്ന ആളാണല്ലോ. അങ്ങനെ ഒരു പോലീസുകാരൻ മിസ്സാവുന്നു, 5 ദിവസമാവുന്നു. ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിക്കുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് സലേഷിൻ്റേത്. ഞങ്ങൾക്കിത് അവിചാരിതമായി കേട്ടപ്പോൾ തന്നെ വളരെ സങ്കടം തോന്നി. കാരണം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാരണമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാരണമായിട്ട് തോന്നുന്നില്ല. പോലീസ് നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് ഞങ്ങളിപ്പോൾ എപ്പോഴും ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പോൾ പോലീസ് നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഇതൊരു തുമ്പ് കിട്ടുന്നില്ല.
ഏതായാലും വിനീത കഴിഞ്ഞ 5 ദിവസമായി കാണാതായി. ഇപ്പോൾ വേളാങ്കണ്ണിയിലാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണിയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോലീസ് സലീഷ് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം എന്ന നിലയിൽ വേളാങ്കണ്ണിയിൽ പോയി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പല ജെയ്സൺ, അതായത് സ്ഥലങ്ങളിലേക്കും നമുക്ക് അന്വേഷണം സാധാരണയായി ഇത്തരത്തിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഫോൺ CPI ടവറുകളൊക്കെ കേന്ദ്രീകരിച്ച് നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഫോണൊക്കെ എടുക്കാതെയാണോ ഇദ്ദേഹം പോയിരിക്കുന്നത്? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? മൊബൈൽ ഫോൺ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്, പക്ഷെ അത് സ്വിച്ച് ഓഫ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രധാനമായും ഫോൺ ഓണാക്കുന്നില്ല എന്നതാണ് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത്. ഇടയ്ക്കെപ്പോലെങ്കിലും ഓണാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സലീഷിനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോൺ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അദ്ദേഹത്തിന്റെ ബൈക്ക് ആ ദിവസം, അതായത് 8-ാം തീയതി രാവിലെ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ഇപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണാതായിട്ട് 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. ആദ്യത്തെ ദിവസം വൈകിട്ടോടുകൂടി തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കാതായപ്പോൾ അവർ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അതിനുശേഷമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീട്ടുകാർ പറയുന്നത് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. സുഹൃത്തുക്കൾ പറയുന്നത് മാള സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ചെറിയ അസ്വസ്ഥതകൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എന്താണ് കാരണമെന്ന യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് ഇപ്പോൾ സലീഷിനെ 5 ദിവസമായിട്ട് ഇപ്പോൾ കാണാമറയത്ത് നിൽക്കുന്നത്. വിനീത. ശരി, ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറെ ദുരൂഹം തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, സീനിയർ CPO റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് 5 ദിവസമായി കാണാൻ ഇല്ലാത്തത്. ജോലി സമ്മർദ്ദമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അദ്ദേഹം മാറി നിൽക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ ഈ തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.